വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മനുഷ്യൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്. ഭയങ്കരവും അതിശയകരവുമായി ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ്റെ 30ഓളം സവിശേഷതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. അതിനെ തുടർന്ന് മനുഷ്യൻ്റെ ആരംഭം, ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഏത് വസ്തു കൊണ്ടാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത്, എന്തിനു വേണ്ടി മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു, ഇവയുടെയൊക്കെ ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ഈ ദിവസം ചിന്തിക്കാം. അനേക കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കാനുണ്ട്. ഇന്ന് പ്രാരംഭമായി നമുക്ക് 3 കാര്യങ്ങൾ ചിന്തിക്കാം. ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ 3 കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ഈ ചെറിയ പഠനം ഇന്ന് അവസാനിപ്പിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഏത് വസ്തു കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നീ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയും. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുക. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം എന്നാണ് ദൈവം പറഞ്ഞത്. നാം എന്നും നമ്മുടെ എന്നും ഉള്ള പദപ്രയോഗങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പറയാറുണ്ടത് പൂജക ബഹുവചനമായി ബഹുമാന സൂചകമായിട്ടൊക്കെ പറയുന്നതാണ് എന്ന്. എന്നാൽ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതങ്ങനെയല്ല. വിശുദ്ധ തൃത്വത്തിൻ്റെ സൃഷ്ടിപ്പിലുള്ള പങ്ക് നമുക്ക് കൃത്യമായി ദൈവവചനത്തിൽ നിന്നും മനസ്സിലാവും. പിതാവായ യഹോവ, യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഇവരാണ് സത്യദൈവം. ഈ ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ ആലോചന പ്രകാരമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. യഹോവയാണ് മനുഷ്യൻ്റെ സൃഷ്ടാവ് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ, ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിൻ്റെ ഒരറ്റം തുടങ്ങി മറ്റേറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക എന്ന് പറയുക. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ത്രിയേക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലി നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയരെ, ദൈവം നമ്മെ നന്നായി അറിയുന്നവനാണ്. നമ്മുടെ തലയിലെ ഒരു മുടി പോലും കൊഴിയുന്നത്
ദൈവം അറിയാതെയല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ആ ദൈവം നമ്മെ പേര് ചൊല്ലി വിളിക്കുക. അല്ലല്ല, ദൈവം നമ്മെ ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. ദൈവം നമ്മെ അത്ര സ്നേഹിക്കുന്നവനാണ്. ആരും നമ്മെ സ്നേഹിക്കുന്നില്ല, ആരും നമ്മെ കരുതുന്നില്ല എന്നൊക്കെ കരുതി വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവം നമ്മളെ കരുതുന്നവനാണ്. ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. നീ എനിക്കുള്ളവൻ തന്നെ എന്ന് ദൈവം പറയുകയാണ്. മനുഷ്യ കൊള്ളരാത്തവരെന്ന് പറഞ്ഞാലും ദൈവം പറയും, മോനെ നീ എൻ്റെയാ, മോളെ നീ എൻ്റെയാ. പാട്ടുകാരൻ പാടുകയാ, നീ എൻ്റേതെന്നു ചൊല്ലി വിളിച്ചു എൻ ഓമനപ്പേ, നീ എൻ്റേതെന്നു ചൊല്ലി വിളിച്ചു എൻ ഓമനപ്പേ, നിർത്തിനോളമെന്നെ തിരുനാമ മഹത്വത്തിനായി, നിർത്തിനോളമെന്നെ തിരുനാമ മഹത്വത്തിനായി. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം, ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഹല്ലേലൂയ. നീ എൻ്റേതെന്ന് ചൊല്ലി വിളിച്ചു എന്നോമനപ്പേർ, നിർത്തിനോളം എന്നെ തിരുനാമം മഹത്വത്തിനായി. നമ്മളെ തിരുനാമം മഹത്വത്തിനായി നിർത്തിയിരിക്കുന്ന നമ്മുടെ നല്ല ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലോകമാരൊക്കെ നമ്മളെ കൊള്ളരാത്തവരെന്ന് പറഞ്ഞാലും, വേണ്ട എന്ന് പറഞ്ഞാലും, തള്ളിക്കളഞ്ഞാലും, ഉപേക്ഷിച്ചാലും, ദൈവം പറയും, മോനെ നീ എൻ്റെയാ, മോളെ നീ എൻ്റെയാ. കാരണം ഞാൻ നിന്നെ മെനഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44:2 നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശുരൂനെ, നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ടവരല്ല, നമ്മൾ പേടിച്ച് പിന്മാറിപ്പോകേണ്ടവരല്ല, നമ്മൾ ഒരിടത്തും പരാജയപ്പെടേണ്ടവരല്ല. കാരണം നമ്മളെ മെനഞ്ഞത് നമ്മുടെ പരിശുദ്ധനായ നമ്മുടെ പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുക, നമ്മളെ മെനഞ്ഞവൻ പറയുക, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ ഭയപ്പെടണ്ട. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, പേടിക്കേണ്ട, വിഷമിക്കേണ്ട. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-12 പറയുന്നു, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു, എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നു. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ദൈവം നമ്മെ സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-3 കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് അവിടെ എഴുതിയിരിക്കുക. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി. ആര് മുഖാന്തരം ഉളവായി? വചനം എന്ന ക്രിസ്തു മുഖാന്തരം സകലതും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഹല്ലേലൂയ.
ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുക, പരിശുദ്ധാത്മാവാണ് മനുഷ്യൻ്റെ സൃഷ്ടിതാവ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ത്രിയേക ദൈവം, ഏക ദൈവമായ യഹോവയിൽ ഉള്ള 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സൃഷ്ടിയിൽ ത്രിയേക ദൈവത്തിൻ്റെ അക്കരങ്ങളുടെ പ്രാധാന്യം ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിച്ചു തരികയാണ്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പോൾ യഹോവയായ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളതല്ല, എന്തു വസ്തു കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ കാണുക. മണ്ണ് കൊണ്ട്, അഥവാ പൊടി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 2:7, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ആ ജീവശ്വാസമൂതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സങ്കീർത്തനങ്ങൾ 90:3, നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. സങ്കീർത്തനം 90:3, നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ അവനെ എവിടെ നിന്ന് എടുത്തോ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും. മനുഷ്യൻ്റെ ഈ ദേഹം പൊടിയിൽ നിന്നുള്ളതായതുകൊണ്ട് പൊടിയിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ആത്മാവ് ദൈവത്തിൽ നിന്നും വന്നതായതുകൊണ്ട് ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും ദൈവം അരുളി ചെയ്യുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 90:3 നമ്മൾ കാണുക. സങ്കീർത്തനം 103:14 നമ്മൾ കാണുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ അഹങ്കാരവും നമ്മുടെ ആ ഒരു പ്രാഗൽഭ്യവുമൊക്കെ കണ്ട് ദൈവം ചിരിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ, ഇവൻ വെറും പൊടിയാണെന്നുള്ളത് ഇവൻ ഓർക്കുന്നില്ലല്ലോ എന്ന് ദൈവം ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് പറയും. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പലതും നമ്മളോട് ക്ഷമിച്ച് വിടുന്നതെന്ന് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുക. അപ്പോൾ നമ്മൾ മനുഷ്യൻ പൊടിയിൽ നിന്നും എടുക്കപ്പെട്ടു എന്ന് ദൈവത്തിന് പറയുക. മനുഷ്യ ശരീരത്തിലെ, നമ്മുടെ ശരീരത്തിലെ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാൽ അതിലെല്ലാം മണ്ണിൻ്റെ അംശങ്ങൾ, മണ്ണിലുള്ള എല്ലാ രാസവസ്തുക്കളും നമ്മുടെ ശരീരത്തിലും കാണാൻ കഴിയും. അത് നമുക്കെന്ത് മനസ്സിലാക്കാം? നമ്മളെ എടുത്തത് മണ്ണിൽ നിന്നാണ്. നമ്മുടെ ജീവൻ പോയാൽ മനുഷ്യനെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ ആ 6 അടി മണ്ണിൽ മനുഷ്യൻ അവസാനിക്കുന്നൊന്നുമില്ല. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ശരീരം മണ്ണോട് മണ്ണായി മറഞ്ഞു പോയാലും ദൈവമക്കളെ സംബന്ധിച്ച് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4:16 പറയുക, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് കൂടെ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ എടുക്കപ്പെട്ട് കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ ചേർക്കപ്പെടും എന്ന് പറയുക. ഹല്ലേലൂയ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക്
പ്രത്യാശയുണ്ട്. നമ്മൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെയല്ല. നമ്മുടെ ജീവിതം മാറടി മണ്ണിൽ തീരുന്നില്ല. നമ്മുടെ ജീവിതം അതിനുശേഷവും ഒരു നിത്യതയുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട്, കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ട്, കർത്താവിൻ്റെ രക്തത്തിനാൽ വീണ്ടും ജനിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ഒരു നിത്യസ്വർഗം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ അറിയാത്തവർക്കും ഒരു നിത്യതയുണ്ട്, കർത്താവിനെ തള്ളിക്കളഞ്ഞവർക്കും ഒരു നിത്യതയുണ്ട്. പക്ഷേ ആ നിത്യത നിത്യനരകത്തിലും നിത്യദണ്ഡനത്തിലും ആയിരിക്കുമെന്നാൽ കർത്താവിനെ കൈക്കൊണ്ട് അവനെ വിശ്വസിച്ച് വിശ്വാസ ജീവിതം നയിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവ് പ്രത്യാശ വെച്ച് മരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അവർ കർത്താവിനോടൊപ്പം യുഗായുഗം നിത്യതയിൽ വാഴുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാ പാട്ടുകാരൻ പാടുന്നത്, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ എത്രയോ സൗഭാഗ്യമാണ്. നമ്മുടെ ജീവിതം ഈ ആറടി മണ്ണിൽ അവസാനിക്കുന്നില്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ക്ലേശങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ അവിടെയെല്ലാം തളരാതെ പതറാതെ പിടിച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് വലിയ കൃപ തന്ന് നമ്മളെ നടത്തുന്നോർ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ ക്ലേശങ്ങളെല്ലാം തീരും, ഈ സങ്കടങ്ങളെല്ലാം തീരും, ഈ പ്രതികൂലങ്ങളെല്ലാം തീരും. ഹല്ലേലൂയ. ദൈവത്തോടൊപ്പം നമ്മുടെ പ്രിയ കർത്താവിനോടൊപ്പം നിത്യതയിൽ കോടാകോടി യുഗങ്ങൾ വാഴുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. അപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്തതായി നമ്മൾ ചിന്തിക്കുക, സ്വന്തം കരങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സ്വന്തം കരങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. തൻ്റെ സ്വന്തം കരങ്ങളാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആദാമും ഹവ്വയും ദൈവത്തിന് നേരിട്ടുള്ള സൃഷ്ടികളായിരുന്നു. അതുകൊണ്ടാണ് ആദാമിനെ ദൈവത്തിൻ്റെ മകനെന്ന് ദൈവത്തിൻ്റെ വചനം വിശേഷിപ്പിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യത്തെ നമ്മൾ കാണുക. കൈനാൻ ഏനോശിൻ്റെ മകൻ, ഏനോശ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ നേരിട്ടുള്ള സൃഷ്ടികളായിരിക്കുമ്പോൾ ആദാമിൽ നമ്മൾ മറഞ്ഞിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അപ്പം കേവലം വാക്കുകളിലൂടെ അല്ലായിരുന്നു മനുഷ്യൻ്റെ സൃഷ്ടി. ദൈവത്തിൻ്റെ തിരുക്കരങ്ങൾ കൊണ്ട് അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് മനുഷ്യൻ സൗന്ദര്യ നിറവ്
ഉള്ളവനായിരിക്കുന്നത്. ആദാമിനെയും ഹൗവയെയും മാത്രമല്ല, നമ്മയും പരോക്ഷമായി സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടയുന്നതും മെനയുന്നതുമെല്ലാം യഹോവയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 73 വാക്യത്തിൽ പറയുന്നു, തൃക്കൈകൾ എന്നെ മെനഞ്ഞ് എന്നെ സൃഷ്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? തൃക്കൈകൾ. സ്വന്തം കരങ്ങൾ കൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ച് ഉണ്ടാക്കി. ഹല്ലേലൂയ. സങ്കീർത്തനം 119:13 പറയുന്നു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അത്ഭുതകരമായി നമ്മളെ സൃഷ്ടിച്ചവൻ, ഭയങ്കരമായി നമ്മളെ സൃഷ്ടിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ വഴി നടത്തും, ദൈവം നമ്മെ സൗഖ്യമാക്കും, ദൈവം നമ്മെ വിടുവിക്കും. സകല പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഈ ദൈവം എത്ര നല്ല ദൈവമാണ്! തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ മെനഞ്ഞ ദൈവം, നമ്മളെ പോറ്റുന്ന ദൈവം, നമ്മളെ പുലർത്തുന്ന ദൈവം, നമ്മളെ ചേർക്കാൻ വീണ്ടും വരുന്ന ദൈവം. ഈ ദൈവം എത്ര ശ്രേഷ്ഠനാണ്, എത്ര മഹോന്നതനാണ്, എത്ര പരിശുദ്ധനാണ്! ഏതൊന്നിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നു, 1000 നാവുകളാൽ 10,000 വാക്കുകളാൽ നിന്നെ എനിക്ക് സ്തുതിക്കാൻ കഴിയത്തില്ല. ഈ ദൈവം നല്ല ദൈവം. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കാണുവോളം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ.